ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് അന്ത്യമുണ്ടായേക്കും എന്ന ശുഭസൂചനയാണ് ഇന്നലെ അമേരിക്കയിൽ നിന്നും പുറത്തു വന്നത്. ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഏറെയാണ്. ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും പോർച്ചുഗലും കാനഡയും ഒക്കെ ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കുകയും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റേത് വംശഹത്യയാണ് എന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ ഇവരിൽ പലരും അനുകൂലിച്ചിരുന്നു. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളും ഈ പദ്ധതിയെ, ഈ കരാർ സാധ്യതയെ പിന്തുണച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തുർക്കി, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഈ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി. അതായത് ഇന്നലെ ട്രംപ് പറഞ്ഞത് വിടുവാക്കല്ല, വലിയ ഒരു പദ്ധതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ആ പദ്ധതിക്ക് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ഈ അറബ് രാജ്യങ്ങളാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നത്. ഇതിൽ 3 രാജ്യങ്ങളുടെ കാര്യം എടുത്തു പറയണം. സൗദിയും UAEയും ഒക്കെ മാറ്റി നിർക്കട്ടെ. ഒന്ന് പാകിസ്ഥാനാണ്, എല്ലാവിധ ഭീകരാശയങ്ങളെയും പിന്തുണയ്ക്കുന്ന രാജ്യം. പാകിസ്ഥാന്റെ പിന്തുണയുണ്ട്. 2 ഖത്തറാണ്, ഹമാസ് നേതാക്കന്മാർക്ക് പോലും അഭയം നൽകുന്ന രാജ്യമാണ്. 3ാമത്തേത് തുർക്കിയാണ്. യൂറോപ്യൻ രാജ്യമായ തുർക്കിയുടെ സ്വാധീനം അറബ് രാഷ്ട്രങ്ങളുടെ മേൽ ശക്തമാണ്. ഈ 3 രാജ്യങ്ങളും ഈ സമാധാന പദ്ധതിയെ പിന്തുണച്ചിരിക്കുന്നു എന്നത് ശുഭസൂചകമാണ്.